മോള് എൽസി മോളുടെ ചേട്ടന്റെ ഭാര്യ മക്കളല്ലേ ഉള്ളു, അവര് നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക്, ഷെയറും കമൻറ്റ് നൽകുന്നതിനൊപ്പം കമൻറ്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുക. അത് പറ. അത് വേണ്ട. ചേച്ചിയാണ് ആള്. അതെ, കാണുന്നവരെ സ്പെഷ്യലായിട്ട് ഞങ്ങൾ എടുക്കും. എന്നല്ലേ കഴിഞ്ഞ പ്രാവശ്യം വന്ന് അമ്മച്ചിക്ക് സുഖമാണോ? ഞങ്ങളെല്ലാം വളരെ കേൾക്കുന്നുണ്ട്. ഇനി അടുത്ത വർഷം മൊത്തം പോരുമല്ലേ? ഓട്ടോറിക്ഷ വന്ന് തന്ന അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ട സാധനം, ജിലേബി, മിഠായിയുള്ള സാധനം. അങ്ങോട്ട് പോകണ്ടേ? അങ്ങോട്ട് പോണം, ഇച്ചിരി കഴിഞ്ഞ് പോണോ. എവിടെയാ വീടെന്നാലും? വീട് പാലക്കാട്ടുമല്ല. ല്ലേ അമ്മയുടെ മകളുടെ ചേച്ചിയാ, ചേട്ടന്റെ ഭാര്യ. അമ്മയുടെ എൽസി ഇല്ലേ, എൽസി മോള്, എൽസി മോളുടെ ചേട്ടന്റെ ഭാര്യ. അമ്മ എപ്പോഴും ചോദിക്കല്ലേ വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മ അച്ഛനൊക്കെ ഉണ്ടോ? അറിയോ? ഞാൻ അവരും വരവില്ലാത്തോണ്ട് ഒരു വിവരം അറിയില്ല. ഞാൻ ചോദിച്ചു. ഞങ്ങളെല്ലാം കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വന്നിട്ട് പോയതല്ലേ, അവള് വരും പോകുന്നില്ല. അവള് പോയി. അവരെത്ര പേരുണ്ട്? ചേച്ചി വാ വന്നിരിക്കും. പിള്ളേർ രണ്ടുപേര്. രണ്ടോ? രണ്ടും പെണ്ണാണ്. രണ്ട് പെൺപിള്ളേരാ. ശരി. ആൺമക്കളുടെ ഇല്ല, രണ്ട് പിള്ളേരെ കെട്ടിച്ച് കുഴപ്പമൊന്നുമില്ല. എന്നാ സണ്ണിച്ചേട്ടാ വലിച്ചു പൊളിക്കണേ? ആണോ? അവരുടെ ജോലിയുണ്ട്. അവരെ കെട്ടിച്ചെടുത്തല്ലേ? അവരെ കെട്ടിച്ച് വിട്ട്. അവരുടെ അനിയന്റെ ഇളയ മോളുടെ ഇളയ അനിയന്റെ പുത്തൻ കുർബാനയായിരുന്നു ഇന്നലെ. ചോറുണ്ട്, ചോറിവിടെ ഉണ്ട്. ചോറ് കഴിച്ചു. അതിന് ഞങ്ങൾക്ക് അറിയത്തില്ല വീട് കിട്ടുമല്ലോ. കഴിക്കാൻ ഇഷ്ടമല്ല. നമ്മുടെ പഞ്ചാബിലെ ആപ്പിൾ. പഞ്ചാബിൽ ആപ്പിളാ? ഇതും വെച്ചോ? അമ്മയ്ക്ക് മധുരം ഉള്ളതാണ്. അതിലൊന്നും വേണമെന്ന് അമ്മയ്ക്ക് ഇഷ്ടം ഞങ്ങൾക്ക് അറിയാം. മധുര ഒന്നും ഇഷ്ടം നിർബന്ധം ഇല്ലെന്ന്. ഇല്ലെങ്കിൽ അന്നേരം കാണാം. അവിടെ ഇരിക്കും. ആദ്യമായിട്ടല്ല കാരണം. വന്നേ മറന്നു പോയോ? അവള് അവിടെയല്ലേ? പാലക്കാട്ടുമല. അവിടെ പോയായിരുന്നു അമ്മച്ചി. പിന്നെ പോയായിരുന്നു. പഠിത്തായി, ജോലിയായി. വിനയുടെ കാര്യമാണോ പറയണത്? കൊച്ചിന്റെ കാര്യം. എൽസിയുടെ കാര്യമാണ് പറയുന്നേ. എൽസിയുടെ കാര്യമാണ് പറയുന്നേ. എൽസി ഓസ്ട്രേലിയക്ക് പോയി പഠിച്ചോണ്ടിരിക്കുക ഇപ്പം. അടുത്ത പിള്ളേരെ നോട്ടം. എങ്ങനെ ജീവിക്കാനാണ് ഇവിടെ ഈ നാട്ടിലൊക്കെ? അവൻ ക്ലാസ് തുടങ്ങി. വിവീന പഠിക്കും ഇവിടെ ഇല്ല. അപ്പൊ പുറത്ത് പോയോ? ഓസ്ട്രേലിയക്ക് പോയോ? ഓസ്ട്രേലിയക്ക് പോയോ? പഠിക്കുക. അവിടെ ഇരുന്നോ, അവിടെ അടുത്തിരുന്നോ. എന്നും നല്ലതായിരുന്നു. ഇങ്ങനെ പള്ളി പോകാനായിട്ട് വരുമായിരുന്നു. പള്ളി അടുത്തല്ലേ, അത് എന്നാലും നല്ലതായിരുന്നു. ഇന്നിപ്പോ ഇവിടെ അകലായിരിക്കും. ഇതേവരെയും കണ്ടില്ല.
ഇനി 4 മാസം കഴിഞ്ഞേ വരുള്ളൂ. ഏ? 4 മാസം കഴിഞ്ഞേ വരുള്ളൂ. ആളെയോ? 4 മാസം കഴിഞ്ഞേ വരുള്ളൂ. ആളെയോ? 4 മാസം 4 മാസം കഴിഞ്ഞേ വരുള്ളൂ അമ്മച്ചി. അതുവരെ അവിടെ അവര് ജോലിയാണ്. ഓസ്ട്രേലിയയിലേക്ക് പോയി. കൊച്ചിനെ നോക്കുന്ന ജോലിയാ. അതെ, ഓസ്ട്രേലിയയിലേക്ക് പോയത് അടുത്ത കുഞ്ഞുണ്ടാകുമോ മോന്? ഉണ്ടായല്ലോ. ഉണ്ടായി. ഉണ്ടായി. ജോലി അവിടെ ആയിരിക്കും. കൊച്ചിനെ നോട്ടം ജോലിയില്ല ഇപ്പം. അതെ, നാട്ടിൽ ചെന്നാൽ സ്ഥലം പിടിച്ച് വരാനാ വിഷമം. നാട്ടിലത്തെ കാലാവസ്ഥ പിടിക്കാനാ ഭയങ്കര പാട്. ഒന്നും ഉപയോഗിച്ച് എന്നെ വിഷമാണെന്നറിയാവോ കൊച്ചുങ്ങൾക്ക്. എന്തോരം ബുദ്ധിമുട്ടായിട്ട് ഒന്നിനോ അവനെ കൊണ്ട് വഴക്കുണ്ടെന്ന് പറഞ്ഞു, ജോക്കുട്ടനെ കൊണ്ട്. ഇന്നലെ കളിയും വിളിച്ചായിരുന്നു. ഉണ്ടാകാൻ പോകുന്ന ആ കൊച്ചുങ്ങൾക്കൊക്കെ ചുവ പിടിക്കും. ജോലി ചെയ്യാനും വിഷമമില്ല. ഭക്ഷണം കഴിച്ചാലും ഏത് ഭക്ഷണവും കഴിക്കാം. അങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊന്നുമല്ല. ഇത് ഒരു കൂട്ടം കഴിച്ചാൽ പിന്നെ അടുത്ത ഒന്ന് വയ്ക്കുക. പിന്നെ എന്നാ ചെയ്യും? അമ്മയ്ക്ക് സുഖമാണോ? പിന്നെ എങ്ങനെ വളരും, എങ്ങനെ ജീവിക്കും? അമ്മയ്ക്ക് സുഖമാണോ? ഏഹ് സുഖമാണോ? സുഖമാണോ? സുഖം. ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ടെന്ന്? സുഖമാണോ? സുഖത്തിൻ്റെ ഒന്നും അറിയത്തില്ല. ഒരുപാട് ദൂരല്ലേ. അത് എൽസിയുടെ കാര്യം പറഞ്ഞു. അമ്മയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? എവിടെയാ? അവളിപ്പോ ഓസ്ട്രേലിയയിലാ. ഓസ്ട്രേലിയയില. ആ, അവിടെ അമ്മയുടെ കാര്യാ ചോദിച്ചത്. അമ്മയ്ക്ക് സുഖമാണോ? അമ്മയ്ക്ക് സുഖാണോന്നാ ചോദിച്ചേ. അതിനെന്നെ അമ്മയ്ക്ക് സുഖാണോന്ന് പറ. അമ്മയ്ക്ക് സുഖമല്ലേ? ഒരിടപ്പടി ജലദോഷമൊക്കെ ആയിരുന്നു, ചുമയൊക്കെ ആയിരുന്നു അല്ലേ? ഞങ്ങൾ കണ്ടായിരുന്നു. പനിയും ചുമയൊക്കെ ആയിരുന്നു. മഴ പെയ്തോണ്ടിരുന്നപ്പോ അപ്പടി മഴയാണ് കണ്ടായിരുന്നോ? തണുപ്പാണ്. നല്ല ചൂടല്ലേ? കാണാം. അങ്ങനെ ചൂടാ. ഞങ്ങളമ്മയെ എന്നെ കാണാം. അമ്മ കാണുന്നില്ലേലും അമ്മേനെ കാണുന്നുണ്ട്. ഇവിടെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അടുത്ത പരിപാടി പുള്ളി ഇതാ. പഞ്ചാബിലാ. ഞാൻ എപ്പോഴാ പറയാം അമ്മയുടെ കാണാൻ നല്ല രസമാണ്. പഞ്ചാബിലാണോ? മരങ്ങാട്ടുള്ളിൽ സണ്ണിയില്ലേ? അല്ലേ? മരങ്ങാട്ടുള്ളിൽ സണ്ണിയും മരിയ. ആ നമുക്ക് ഇവിടെ വന്ന് താമസിക്കാൻ പറ്റുമോ? അടുത്ത വർഷം വരും. കുഴപ്പമില്ല. കുഴപ്പമൊന്നുമില്ല. അടുത്ത വർഷം പോരും. പിള്ളേരെത്ര പേരുണ്ട്? പിള്ളേർ രണ്ടുപേരും. രണ്ടുപേര്. അവര് പഠിക്കുകയാണ്. അവര് നേഴ്സാ. ആണോ? ആണുങ്ങൾ ആണുങ്ങളാരുമില്ല. എന്താ? മോക്കൊരു മോനുണ്ട്. ഒരു മോക്കൊരു മോനാണ്, ഒരു മോക്കൊരു മോളാണ്. ആണോ? ഇത് പണിയുണ്ടായിരുന്നു. കൊച്ചു പിള്ളേരാ. ഏഹ്? കൊച്ചു പിള്ളേരാ. അപ്പൊ കൊച്ച് നോക്കാൻ ആരെങ്കിലും അവിടെയും വേണം. അതെ, അതെ. ഒരു കാര്യമുണ്ട്. വെറുതെ വെള്ളം എടുത്താൽ മതി. അവരുണ്ടായപ്പോ വലിയ തീറ്റ കൂടിയും ഒന്നും ഇല്ലാഞ്ഞായിരിക്കും. കാലാവസ്ഥക്ക് മാറ്റം ഉണ്ടാകുന്നായിരിക്കും. കുഞ്ഞു കുഞ്ഞല്ലേ. ഇപ്പൊ 1.5 വയസ്സായി. ഇളയ മോളുടെ കുഞ്ഞ് 1.5 വയസ്സായി. 1.5 വയസ്സ്. അത്രേ ഉള്ളൂ. ആ ഓ, ഓ ഇനി എത്ര നാളും എത്ര നാള് കൂടി 5 വയസ്സായി. പഠിക്കാനോ വല്ലതും പഠിക്കും. അതന്നെ നോക്കാൻ പാടാ. അവൾക്ക് ഡ്യൂട്ടിക്കും പോകണം. ഇതിനെ വളർത്തിയെടുക്കാൻ പാടാ. നവംബർ പകുതിക്ക് വരും. എല്ലാവരും കൂടെ വരിക. ആ, അല്ല, രണ്ടായിട്ടാ വരുന്നത്. പാടാ. എന്നാ ചേട്ടായി ചെയ്യാനാ? ചേച്ചിയും കൂടെ ആദ്യം വരും. നമ്മുടെ ഇവിടെ ആരെ കുഴപ്പമില്ല. അവന് ജോലിയുള്ളതുകൊണ്ടേ. ആ അച്ഛനും അവൻ ഇത് ഡിസംബർ ലെറ്റർ പോട്ടാന്ന് തോന്നുന്നു. കഴിഞ്ഞ തവണ വന്നപ്പോൾ. അതൊക്കെ പഠിക്കാൻ പഠിപ്പിക്കാൻ ആൾക്കാർ സാറുമാരും ഉണ്ട്, അധ്യാപകന്മാരും തടസ്സങ്ങളും ഇല്ല. ഒരു കാര്യം. ഇവിടെ പഠിപ്പിക്കാൻ ഒരു കുഴപ്പമില്ല. അത് കാരണം അങ്ങനെ അവർക്കൊക്കെ വലിയ ആയതുകൊണ്ട് കഷ്ടപ്പാടാ. ഏത് പ്രായമാണേലും കളിക്കൊട്ടി ചേർക്കുകയും ചെയ്യും. ചേർക്കും ചെയ്യും. അതാണ് ഇതിൻ്റെയൊക്കെ ഉള്ള ഗുണം. ഇത് നമ്മുടെ പഴയ കാലം പോലെയല്ല. ദിവാൻ എന്ത് ദിവാൻ? ദിവാൻ ഇവിടെ പോയി. ദിവാൻ ഇവൻ ഇവിടെ ഉണ്ടായിരുന്നു. കോളേജിൽ പോയില്ലേ? കോളേജിൽ പോയി. ഇവാനിപ്പോ അമ്മ ഏറ്റു വരുന്നതിന് മുമ്പ് പോകും. ഇവൻ എവിടെ പോയതാ? അവൻ കോളേജിൽ പോയില്ലേ? കോളേജിലെ കോളേജിൽ പോയി. കോളേജിൽ കോളേജിൽ പോയോ? കോളേജിൽ കോളേജിൽ പഠിക്കാൻ പോയതാ? പഠിക്കാൻ പോയതല്ലേ? ആ നിൽക്കട്ടെ. അവൻ ഇപ്പൊ അമ്മ ഏറ്റു വരുമ്പോഴത്തേനും അവൻ പോയി. ഒന്ന് കാരണമുള്ളത് ഇവിടുന്ന് എങ്ങനെയാ പോകുന്നെ? പിന്നെ സ്കൂൾ കോളേജ് ബസ് ഉണ്ട് കാഞ്ഞിരത്താണ്. നമ്മുടെ കൂടെയുള്ള ജീവിതം കുറവല്ല. അല്ല നമ്മുടെ സാബുവിന്റെ പയ്യൻ ഇവിടെ പോയി. അവന്റെ ഇപ്പൊ സെക്കൻഡ് ഇയർ ആയല്ലോ. ഞങ്ങൾക്ക് അവിടെ ഒരു കൊച്ചുണ്ട് പഠിക്കാൻ. ആണോ? അനിയത്തിയുടെ കൊച്ചു അവിടെ പഠിക്കണേ. എഞ്ചിനീയറിംഗ് പാലയില്ല. പള്ളിങ്ങാനം. ആ, ഏത് ജോലിയുടെ കൊച്ചാ? അവർക്ക് എവിടെയാ ഈ ഫസ്റ്റ് ഇയർ അല്ലേ? അവള് സെക്കൻഡ് ആയി. സെക്കൻഡ് ഇയർ. സെക്കൻഡ് ഇയർ. ആ, അപ്പൊ അതിന്റെ ഒക്കെ ടീം. താമസിക്കണേ? അത് കമ്പ്യൂട്ടർ സയൻസാ. ആ, കമ്പ്യൂട്ടർ സയൻസ്. ഏഹ്? ഞങ്ങളോ പാലക്കാട്ടുമേലെ താമസിക്കണേ. എൽസിയുടെ ഒക്കെ വീട്ടിലാ. ആണോ? ആ അവിടെ അടുത്തലാണോ? ആ അത് ശരി. ഇസയുടെ ചേട്ടനും ചേട്ടത്തിയല്ലേ? ആ, എന്നാ അവർക്ക് കൂട്ടായ. എൽസിക്ക് ഒരു ചേട്ടനല്ലേ ഉള്ളേ? ഒരു
ചേട്ടനല്ലേ ഉള്ളേ എൽസിക്കും മെന്നിക്ക്. ആ ചേട്ടൻ ആ ചേട്ടൻ സണ്ണിയായത്. ആണോ? ആ ഇപ്പോഴും മനസ്സിലായല്ലേ? പിന്നെ വേറെ അല്ലേ? സണ്ണിയും മെന്നിയേ ഉള്ളൂ ഇവര്. രണ്ടുപേരേ ഉള്ളൂ. രണ്ടുപേര് രണ്ട് ചെക്കന്മാരാ. അത്രേ ഉള്ളൂ. പിന്നൊക്കെ പെണ്ണുങ്ങളില്ല. ഇല്ല. പെങ്ങന്മാരും ഇല്ല. ശരി. ആ. അവർക്ക് ജോലി ഉണ്ടല്ലോ അല്ലേ? ചോറുണ്ടോ അമ്മ? എന്താ അമ്മ ചോറുണ്ടോ? ഇച്ചിരി കഴിച്ച് കഴിക്കാൻ വേല തോന്നുന്നില്ല. വേണ്ട. ആ, ഇച്ചിരി കഴിക്കാതെ കഴിച്ചാൽ തന്നെ ഇല്ലാത്ത വിഷമമൊന്നുമില്ല. ജോലി എടുക്കത്തില്ല, ഭക്ഷണവും കഴിക്കത്തില്ല, ഒരു സ്ഥലത്തും പോകത്തുമില്ല. ഇപ്പൊ അമ്മ ജോലിയൊന്നും ചെയ്യണ്ട. എന്നാ വെറുതെ ഇരുന്നാ മതി. വെറുതെ ഇരുന്നാ മതി. ഇത്ര നാളൊക്കെ ജോലി ചെയ്തതല്ലേ അമ്മ? ഉള്ള മക്കളുടെ കൂടെ ജോലി കൂടാൻ നല്ല മക്കളല്ലേ ഉള്ള, അവര് നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ ഇവരെ. നമ്മൾ ഉപദേശിക്കണം. അയ്യോ, അങ്ങനെയൊന്നും പറയാൻ അങ്ങനെ ഞാൻ പറയല്ലേ കേട്ടോ. ശിക്ഷയില്ലാത്തങ്ങളും ആളുകളെ അങ്ങോട്ട് വായെന്ന് വല്ലതും പറഞ്ഞ അതുങ്ങളെ കൊണ്ട് നമുക്ക് ഒരു സാധനം അത് ചെയ്യാം. ഇപ്പോഴത്തെ പിള്ളേരുടെ സ്വഭാവമാണ്. കരിയേല അവര് ചോദിക്കുന്നതൊക്കെ നമ്മളെ ഉണ്ടാക്കി കൊടുത്തേക്കാം. കൊടുത്തേക്കണം. അത് ഇപ്പോഴത്തെ കാലം അങ്ങനെയാ അമ്മ. എന്നാ ചെയ്യാൻ? ഒരു ബഹുമാനാട്ടെ, സ്നേഹമാട്ടെ, സഹായമാട്ടെ ഒന്നും ചെയ്യും. നമ്മൾ എന്തോ ചെയ്താൽ അത് പോരാ. തൊട്ടതെല്ലാം ചെയ്തോ. അമ്മ ചെയ്ത് മടുത്ത്. അമ്മ ആദ്യം ഒത്തിരി ചെയ്യുമായിരുന്നു അല്ലേ? അല്ല അമ്മ? അല്ല അമ്മ നന്നായിട്ട് ചെയ്തോണ്ടിരുന്നാ. ഇപ്പൊ അമ്മ റെസ്റ്റ് അല്ലേ? ഇച്ചിരി തണുപ്പ് കൂടുതലാ. തണുപ്പ് കുറയട്ടെ. കുടിച്ചോ? അപ്പൊ ചോറിൻ്റെ വെള്ളം ചൂടത്ത് നല്ലതാ. അമ്മ ചോറുണ്ടോ? ചോറുണ്ടോ അമ്മ? നമ്മ ചോറുണ്ടോ? ചോറൊന്നുമില്ല. ഉണ്ടില്ലേ? രാവിലെ എന്താ കഴിച്ചേ? രാവിലെ എന്താ കഴിച്ചേ? രാവിലെ ഇതാ എന്തെങ്കിലും ഒരു ശകലം കഴിക്കും. അത് ഓർക്കുന്നില്ല. ആർക്കൊന്നുമില്ലല്ലേ? ഒരു നേരം 2 നേരം ഉള്ളൂ ഇച്ചിരി കഴിക്കുള്ളൂ. പ്രായമായി കഴിഞ്ഞാ അങ്ങനെ. അതാണേലും വേണ്ട. കുറേശ്ശെ കഴിച്ചാ മതി. ഇതെല്ലാം കഴിക്കണ്ട. അത് പൊട്ടിക്കമ്മ. അത് നമ്മക്ക് ഇഷ്ടമുള്ളത് അത് പൊട്ടിച്ചോ. പിന്നെ ജിലേബിയും മധുരമുള്ള സാധനമാണെന്നോ? ജിലേബി കിട്ടി. അതിനാവില്ലോ ഇല്ലായിരുന്നോ? വേറെ മധുരമുള്ള. അമ്മക്ക് മധുരമുള്ള ജിലേബി വേണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഇല്ല, അവിടെ ഇല്ല അത്. എന്നാ എന്നാലും കുഴപ്പമില്ല. ഇതിനകത്തുണ്ട്. ആ അതാണ്. നാളെ മക്കളെല്ലാം എല്ലാം വാടിച്ച് ശരിയാണ്. അതിന് എത്ര മക്കളാ അവിടെ ഉള്ളത്? ഒരാളല്ലേ ഉള്ളൂ. ഒരാളല്ലേ ഉള്ളൂ. ദിവ്യനെയാണെ അവിടെ പഠിക്കുമല്ലേ? ദിവാനും ഇവിടെ ഇല്ല. പിന്നെ ഏത് മക്കളെ അടി കുടിച്ച് കളയാൻ? പഠിച്ചാലും പഠിച്ചില്ലേലും അവരുടെ പ്രവർത്തിക്കും അവർ ചെയ്യും. ആ, അല്ല അതൊന്നുമല്ല. അവർ നല്ല പാവം പിള്ളേരല്ലേ? പാവം പിള്ളേർ. അവരധികം മിണ്ടത്തില്ല. അമ്മ ചോദിക്കുന്നതിന് അത് മാത്രം. അതായിട്ട് വല്ലപ്പോഴും കണ്ടപ്പോൾ കണ്ടിട്ട് വല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വാക്ക് കുറവുകൊണ്ട് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ടൊക്കെയാ നല്ല കർമ്മല നമ്മളെന്നാ പറഞ്ഞാലും ഇഷ്ടപ്പെടാത്തതാണ് ധൈര്യം കർമ്മല പറയും. എന്ത് നാക്കാന്നല്ല. പണ്ടത്തെ കാര്യം. ആരുടെയോ? പിന്നെ പരിചയം കുറവുള്ളവർക്കോട് അധികം പറയത്തില്ല. അധിക്കാൻ പരിചയമില്ലാത്തവരോടല്ലേ? അത്യാവശ്യമായ കാര്യം ചേട്ടാ മാത്രം. ഇച്ചിരി കൂടെ തട്ടെ. വേണ്ട മതി. ഉണ്ടായിരുന്നു. ഇച്ചിരി കൂടെ തരാം. നിങ്ങൾ അവിടുന്ന് ഞാൻ കൂടെ ചെയ്യാം. രോമൻ വീഡിയോ പിടിക്കുന്നുണ്ട്. കുറച്ച് ആ, കഴിഞ്ഞിട്ട് മതി. ചേച്ചി ഇച്ചിരി കൂടെ തട്ടെ. എങ്ങോട്ടാ പോകുന്നത്? പഞ്ചാബില്. പഞ്ചാബില്. പഞ്ചാബ് പഞ്ചാബിലാണോ? പഞ്ചാബ് കേട്ടിട്ടുണ്ടോ? ദൂരാ. 3 ദിവസം ട്രെയിനായി ഇരിക്കണം. അല്ല ആ ഇവിടുത്തെ കാലാവസ്ഥ പിടിക്കും. കാലാവസ്ഥ പിടിക്കും. പഞ്ചാബിൽ തണുപ്പാ. അതാണ് അമ്മയുടെ മോൻ അവിടെ പോയി നിന്നല്ലേ സാബു? അതൊന്നും ഓർക്കുന്നില്ല. അതൊന്നും ഓർക്കുന്നില്ല. പഴയ കാര്യം ചിലപ്പം പറയാൻ പറ്റില്ല. പണ്ടത്തെ ചിലപ്പം വരും. സാബു മോൻ വരാറുണ്ടോ? താമസിക്കാൻ എവിടെയാ താമസിക്കുന്നത്? പഞ്ചാബിലായിരുന്നു. പഞ്ചാബിലായിരുന്നു. പഞ്ചാബിലാണ്. കാലാവസ്ഥയൊക്കെ പുറത്താണ്. കുഴപ്പമില്ല. അവിടെ തന്നെയാണ് അരി എന്നും. ഇങ്ങോട്ട് വരും. അയ്യോ അടുത്ത വർഷം ചിലപ്പോൾ പോരും. അടുത്ത വർഷം പോരുമെന്ന്. ഒരു പ്രായം കഴിയുമ്പോൾ വരുമായിരിക്കും. പെൻഷൻ പറ്റുമ്പോൾ പെൻഷൻ പറ്റും. ഇപ്പൊ ജോലിയുടെ ശക്തിയും കുറയും. ആ ശക്തി കുറയും. ജോലിയുടെ ഓരോ
സമയത്ത് നമുക്ക് പ്രായത്തിനും ആരോഗ്യത്തിനനുസരിച്ച് അത് തന്നെ ഓരോ എല്ലാം വരും. അല്ല ഒന്നും എല്ലാം തോറ്റു പോകും. അതന്നെ. അതാ അവിടെയാ കാര്യം കിടക്കണം. ഒരു നിസ്സാര കാര്യം പോയിട്ടുണ്ടെങ്കിൽ തീർന്നു. പൈസക്ക് പൈസ കൂടാതെ ഒന്നും നടക്കുമോ? നടക്കുവോ? ഇപ്പോഴത്തെ കാലത്ത് പൈസയേ ഉള്ളൂ. ഇന്നത്തെ കാലം പൈസയാണ് എല്ലാത്തിനും എന്തൊരു വില. പണ്ട് ഇതുപോലെ ഉണ്ടോ? സാബുമോൻ വരാറുണ്ടോ? താവോ താവുണ്ട്. ഇവിടെ അടുത്തുണ്ടല്ലോ. പോകാറില്ലേ? അമ്മ പോകുന്നില്ലേ? പോകാറുണ്ടോ സാബുമോന്റെ അടുത്ത്? ഇല്ല, അവരിവിടെ എവിടെയാണ് താവോ? താവ് അപ്പുറത്തല്ലേ താമസിക്കുന്നത്? അപ്പുറത്തല്ലേ താമസിക്കുന്നേ? അമ്മ പോകുന്നതാണല്ലോ ഇടയ്ക്ക്. താമസിക്കുന്ന ആ ഇവിടെയാണോ? ആ കഴിഞ്ഞ ദിവസം പറഞ്ഞു അവിടെ ഒന്ന് പോകണമെന്ന് പറഞ്ഞു. അവിടെ ഉണ്ടോ? അവിടെ പോകുന്ന ഇടയ്ക്ക് പറയാറുണ്ടല്ലോ. ആ പിന്നെ അന്ന് അവർ ഡ്യൂട്ടിക്ക് പോകാനുള്ള ഞാൻ പിന്നെ കൊണ്ടുപോയില്ല. എനിക്കൊന്നും അറിയത്തില്ല. ഈ അമ്മ അങ്ങനെ പോകുന്ന അതേ കൂടെ അങ്ങ് പോകുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ട്. വല്ലപ്പോഴൊക്കെ ഇഷ്ടപ്പെട്ട സാധനം എല്ലാം നോക്കട്ടെ. അതിലുള്ളത് അമ്മ ഇത് കേക്കോ അമ്മേ? ഏ ഇതാണ്. ആ ലീഡു ഇത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടതല്ലേ? ഇത് നല്ല മണമുള്ള സാധനമാണ്. ഒരെണ്ണം കഴിക്കാം. ഒരെണ്ണം കഴിച്ചു. ആ കുട്ടിയുടെ കത്തിങ് എടുത്തോടി. വണ്ടിക്കൂലി ആ വണ്ടിക്കൂലി വേണം. വല്ലപ്പോഴേ വരുള്ളൂ. വല്ലപ്പോഴേ വരുള്ളൂ. കഴിഞ്ഞ വർഷമല്ലേ വന്നേ? വർഷത്തിലൊന്നല്ലേ വരുന്നുള്ളൂ. ആ തിന്നാനാ. ആ ഇന്ന് മധുരമുള്ള. ഒരു കുഴപ്പമില്ല. ഈ പാത്രത്തിലോട്ട് വെച്ചു. ഈ പാത്രത്തിലോട്ട് വെച്ചു. വെള്ളം കുടിച്ചു കഴിഞ്ഞോ? തീർന്നില്ല. ആ വെള്ളം കുടിക്കും. അതങ്ങ് കുടിച്ചോ. കുടിച്ചോ. ഇതെല്ലാം വേണം. ഇത് കഴിഞ്ഞ് പതുക്കെ എണ്ണം മതി. അത് കഴിച്ചു. ഒന്നും അങ്ങനെ തിന്നത്തില്ല. ബാക്കി കെട്ടി വെച്ചേക്കാം. ബാക്കി വെച്ചേക്കാം. ഇനി എന്നാ പോകണം? പോണം. 12 ദിവസം ഉണ്ട്. 12 ദിവസം ഉണ്ട്. ഇനി പോകണുണ്ടോ? ആ പോണം. അവിടെ പോയി. അപ്പൊ താമസം ഒക്കെ അവിടെയാണോ? ഇവിടെ അവിടെ പഞ്ചാബിൽ. ഇവിടെയാണോ? 12 ദിവസം മരങ്ങാട്ടുപള്ളി താമസിക്കും. എന്നാലും നമുക്ക് താമസിക്കണമെങ്കിൽ ഇവിടെ താമസിക്കാം. താമസിക്കും. എൽസിയുടെ വീട്ടിൽ. അൽസരി വീട്ടില്. അവിടെ ആളില്ലല്ലോ അപ്പോൾ. അതെ. കാലാവസ്ഥയൊക്കെ പിടിക്കും. കാലാവസ്ഥയൊക്കെ പിടിക്കും. കുഴപ്പമില്ല. കുഴപ്പമില്ല. ഇത് കഴിക്കും. അമ്മയുടെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അതൊക്കെ. ഞങ്ങൾ കാണുന്നുണ്ട്. പണിയൊക്കെ ചെയ്യണം. പണിയൊക്കെ ചെയ്യണം. കൃഷിയൊന്നും ഇല്ലല്ലേ? ഇല്ല. കൃഷിയൊന്നും ഇല്ല. ആരും ചെയ്യാനില്ല. ആരാ ചെയ്യുന്നത്? എന്നാ കിട്ടാൻ ഇപ്പൊ കൃഷി ചെയ്താലേ പണ്ടേ ഒന്നും കിട്ടാനില്ല. പറമ്പിലെല്ലാം കൃഷി ചെയ്യണം. അതൊക്കെ വലിയ പാടല്ലേ. ഒന്നും കിട്ടാനില്ല. പണിക്കാരൊക്കെ ശരിയായി പണിയാൻ. പണിയാൻ ഇവിടെ എന്നാ കിട്ടാൻ? അവർക്ക് പോകുന്നവർ അവരെന്തെങ്കിലും കാഴ്ചയിട്ടേക്കാം. അവർ പറഞ്ഞ രൂപയിൽ കൊടുക്കണം. നമ്മുടെ ഭാര്യ ഇട്ട് നടക്കും. അതൊരെണ്ണം കഴിക്കുക. കഴിക്കും. ആ കപ്പിങ് അല്ലേ? എനിക്ക് വേണ്ട. ഒരെണ്ണം കഴിക്കും. ഒരെണ്ണെടുത്ത് കഴിച്ചോ. ഒരെണ്ണം എടുക്കും. ഒരെണ്ണം. കഞ്ഞി കുടിച്ചിട്ട് മധുരമല്ല തേച്ചോ. അതെ. തിന്നത്തില്ല. ശകലം തിന്നോ തിന്നോ. അമ്മയ്ക്ക് ഇഷ്ടമുള്ള സാധനം. മധുരമുണ്ട്. മധുരമുണ്ട്. ഇഷ്ടമുള്ള സാധനം തിന്നോ. മധുരമുള്ളതല്ലേ? പഞ്ചസാര ഇട്ട് ഞാൻ കറിക്കാത്തവരെ കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഗുരുത്വം. അതായത് കുരുത്തം. അത് ചോറ് ഇവരെ ആർക്കും ഇല്ലായിരുന്നു. അത് പാരമ്പര്യം. വലിയൊരു ഉഴുന്നല്ലേ? മധുരമുള്ളതുകൊണ്ടല്ലേ? കടലമാവല്ലേ? ആ കടലമാവ് ഉഴുന്ന്. ഇപ്പൊ താമസിക്കുന്ന എവിടെയാ? എൽസിയുടെ വീട്ടിൽ പോവാ. എവിടെയാ? എൽസിയുടെ വീട്ടില് അമ്മയുടെ മോളുടെ വീട്ടിൽ പോവാ. പാലക്കാട് മല. അവിടെയാണ് താമസം. അവിടെയാ താമസിക്കുന്നത്. ആണോ? ഇപ്പൊ അവിടെയാ. ഇന്ന് തൊട്ട് അവിടെയാ. ഇന്ന് തൊട്ട് അവിടെ അങ്ങോട്ട് പോവാ. അവിടെയാ. മരങ്ങാട്ടുപള്ളിക്ക് പോവാൻ നിന്ന്. CST. CST ഇവിടുത്തെ മുഖ്യ അച്ഛനായിരുന്നു നാളെ മരിച്ചത് കൊണ്ടുക്കലാൽ. ഞങ്ങൾ നാളെ അടക്കര പോയത്. കാലാവസ്ഥ ഒക്കെ പിടിക്കാം. പുള്ളി CSTയുടെ സ്ഥാപക അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്തു. അതാണ് ഓണത്തിന്റെ ഒന്നും വെച്ചെന്ന് പറഞ്ഞേ. ഓണത്തിന് മുമ്പ് ഞാൻ പോയായിരുന്നു. 200 അച്ഛന്മാരുണ്ട്. 200 അച്ഛന്മാരോട്. ആലുവ ആണല്ലോ അവരെ മെയിൻ. ആലുവ അവരെ മെയിൻ. പുള്ളി ഇവിടെ ആലുവയിൽ അടക്കണം എന്ന് പറഞ്ഞ ഇവിടെ ഇരുന്നാ.
സെമിനാരിയെ അവരുടെ വീടിന് തൊട്ടടുത്താണ്. ആ അല്ലേ അല്ലേ ആ അപ്പോൾ ചോദിച്ചാൽ മതിയായിരുന്നു കുട്ടക്കലാച്ചനെ ചോദിച്ചായിരുന്നു ഞാൻ ഇന്നലെ മരിച്ചുപോയ ചോദിച്ചാൽ മതിയായിരുന്നു കുട്ടക്കലാച്ചൻ്റെ ആ കുട്ടികളെ ഞാൻ കേട്ടിട്ടുണ്ട്. എത്ര പിള്ളേരുണ്ട്? 2 പിള്ളേർ. ഉണ്ട്. ആണും പെണ്ണും. അന്നവർക്ക് എന്നാ ജോലി? ഞാൻ അവിടെ ഇരിപ്പുണ്ട്. അതാ കാർന്നോര്. ആളാണോ? അത് ഇതുവരെ മനസ്സിലായില്ലായിരുന്നോ? ഒരു ക്ഷീണിച്ചാണല്ലോ. ഇപ്പോഴത്തെ കാലത്ത് അത് ക്ഷീണിച്ച് ഭക്ഷണത്തിന് കുഴപ്പമില്ല. പുള്ളി തുടക്കത്തിലേ അങ്ങനെയാ. എത്ര കഴിച്ചാലും അങ്ങനെ ഇരിക്കുള്ളൂ. കേൾക്കുന്ന ശരീരമാണ്. ശരീരം വെക്കുക. ഒന്നും വയ്ക്കുകയില്ല കുട്ടികൾ വണ്ണം പറ്റിയല്ലാത്ത ശരീരം അത് തന്നെ. അതാ നല്ലത്. അതാ നല്ലത്. ഒത്തിരി പുറപുറ അമ്മയ്ക്ക് ഇഷ്ടമില്ല വണ്ണമുള്ളവരെ. ഞാൻ കണ്ട് ഇച്ചിരി കുറച്ചതാ. ഇച്ചിരി തടി കുറഞ്ഞില്ലേ? ആ കുറഞ്ഞ് ഇന്നത്തെ കാലം ഭയങ്കര ഇല്ലാത്ത അസുഖങ്ങളും കയറി വരും. ഷുഗർ വരും, പ്രഷർ വരും. വസ്ത്രം ധരിക്കാൻ പറ്റും. എല്ലാം കഴിക്കാൻ പറ്റുമോ? പേടിച്ച് സത്യം. മധുരം വല്ലതും കഴിക്കാവോ? ഷുഗർ ഉണ്ട് ചേച്ചി. ഉണ്ടോ ഇവര് പരമ്പരയായിട്ടുള്ള എല്ലാവർക്കും ഉള്ള അല്ലേ എവിടെയാ? പണിയാട്ട് പള്ളി. വൈകാട്ടുള്ള ആ മറികാട്ടുപള്ളി അമ്മയ്ക്ക് ആരെങ്കിലും ഉണ്ടോ? എനിക്കില്ല ആൾക്കാർ കാണുമ്പോ അമ്മയുടെ ആരെങ്കിലും ഉണ്ടോ? താമസക്കാര് അമ്മയുടെ ആരും ഉണ്ടല്ലോ. ആരാണ് തിരക്കാൻ പോണെ? അമ്മയ്ക്ക് എത്ര മക്കളുണ്ട്? എത്ര മക്കളുണ്ട്? എത്ര മക്കളുണ്ട് അമ്മയ്ക്ക്? മക്കള് 3-4 ചെണ്ട്. 5 ഉണ്ടോ? 4. ഒരു പെണ്ണ് 4 3 3 ഒരു പെണ്ണും. അപ്പൊ 4 ആണെന്ന് പറഞ്ഞു വന്നു. അതെണ്ണം മരിച്ചുപോയതാ അതാ 3-4 പഴയതല്ല. എല്ലാരും പഠിച്ചോട്ട് പെണ്ണിന് എല്ലാരും പഠിത്തം തീർന്നു. ഇതാരാ അമ്മ? ഇതാരാമേ? അതെ. ഇത് ആരാണ്? ആ നിൽക്കുന്ന ആള്. ഇതോ ഇതൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടത് വീട്ടുകാരിൽപ്പെട്ടതാ കൊടുത്തിപ്പെട്ടതാ. ബന്ധത്തിൽപ്പെട്ടതാ. അമ്മയുടെ മോനല്ലേ? അമ്മയുടെ മോനല്ലേ? സ്വന്തം മോനല്ല. സ്വന്തം മക്കളും സ്വന്തം മകനൊന്നും ഇവിടെ ഇല്ല. ഇല്ല. ഞങ്ങളിവിടെ അമ്മേനെ നോക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നതാണ്. മൂത്ത മകനും പിള്ളേരും ഒക്കെ പുറത്താ. അവളും അതെ. അവരൊക്കെ പോയിട്ട് ഇത്ര വർഷമായില്ല. ഈ ജോമോളാണ്. ഇതാരാ? ഇതാരാ? അവള് ബന്ധത്തിൽപ്പെട്ടോ? അവിടെ ഇവിടെ അടുത്തുള്ള നോക്കാൻ വരുന്നതാണേ. അമ്മേനെ നോക്കാൻ വരുന്നതാ. അവള് വീട്ടുകാരാണ്. കഴിച്ചോ? ഒരു പകുതിയുടെ കഴിച്ചോ? ഇപ്പോഴാ കഴിക്കാൻ പറ്റും. വൈകുന്നേരം കഴിക്കല്ലേ? വേണ്ട വയറ് നിറഞ്ഞിട്ടുണ്ടതാ ഇപ്പൊ ചോറ് കഴിച്ചോ? ചോറ് കഴിച്ചില്ല അമ്മച്ചൊക്കെ താമസിക്കാൻ എവിടെയാ? അമ്മച്ചിയോ? അമ്മച്ചിയൊക്കെ പോയി. ഈശോയുടെ അടുത്തേക്ക് പോയി. പോയോ? ഇപ്പൊ താഴെ വീട് നിങ്ങളുടെ കൂടെ ഉള്ള ഞങ്ങളെ ആരുമില്ല. ഈശോയേ ഉള്ളു. ദൈവമുണ്ട്. പിള്ളേരും ആരുമില്ല. അപ്പോഴും അമ്മയാരും ഇല്ലേ? ഇല്ല. ഇല്ലേ? ആഹാ. ബുദ്ധിമുട്ട് കൂടുതലല്ലേ? ദൈവമല്ലേ ഉള്ള കൂടത്തിന്. അമ്മ പ്രാർത്ഥിച്ചാൽ സ്ഥലത്തും കാലാവസ്ഥയൊക്കെ പിടിച്ചു വന്ന മാറിപ്പോയാൽ എല്ലാത്തിനും ഭാരമാണ്. അവൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവോ? പ്രാർത്ഥനയൊക്കെ ചെല്ലാറുണ്ടോ? പ്രാർത്ഥനയെല്ലാം ഉണ്ട്. എന്നും പ്രാർത്ഥനയെല്ലാം പറ്റിയല്ലോ. എന്നും പ്രാർത്ഥന. നമുക്കുള്ള രക്ഷ മുഴുവൻ ഈശോ കുടുംബല്ലേ. അപ്പൊ അവരോട് പ്രാർത്ഥിച്ചില്ല നമ്മുടെ അവസ്ഥ എന്താ? അതുകൊണ്ട് ഈശോ വേണ്ട എല്ലാ കാര്യങ്ങളും സാധിച്ചു തരാം. ഈശോ വേണ്ട എല്ലാ കാര്യങ്ങളും സാധിച്ചു തരാം. നമ്മൾ അതുപോലെ ഒരു നേർച്ചെടിയിലായാലും ഒരു ഭിക്ഷക്കാർക്ക് കൊടുക്കുമായാലും ഇതൊക്കെ കൊടുക്കുന്നതൊക്കെ ഇങ്ങനെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കൂടിയല്ലേ. അവർക്ക് കൂടെ രക്ഷപ്പെടാം. നമ്മളെ കൊണ്ട് പറ്റാവുന്നതൊക്കെ ചെയ്യണ്ടേ. എനിക്ക് എത്ര പേര് സഹായത്തിന് വരും നിവൃത്തിയില്ലാത്ത. അങ്ങനെ അങ്ങോട്ടുണ്ടോ? എല്ലായിടത്തും അങ്ങനെയൊക്കെ ഉണ്ട്. ഉണ്ടല്ലോ. അപ്പൊ എല്ലായിടത്തും ഉണ്ട്. സഹായക്കാരെല്ലായിടത്തും ഉണ്ടല്ലേ? ഇന്ത്യ മുഴുവനുണ്ട്. സാബുമോൻ എന്നാ വന്നേ? സാബുമോൻ എന്നാ വന്നേ? ആവോ? അവരിവിടെയുണ്ട്. അവന് ജോലിയുണ്ട്. പുറത്തോട്ട് അങ്ങനെ ജോലിക്ക് പോകാൻ തുടങ്ങിയില്ലല്ലോ.
തുടങ്ങിയില്ല. ചെറുതായിട്ടുള്ള ജോലി ചെയ്യുന്നുള്ളൂ. ആഹാ. അപ്പൊ ചെറുതായിട്ട് ജോലി വേണം. അവിടെ വലിയ ജോലിയിലേക്ക് കയറിയില്ല. കേറിയില്ലേ? സൂപ്പറുണ്ടാ. അപ്പൊ സൂപ്പറുണ്ടാ. ഗവൺമെന്റ് ജോലി ആകാം. ഒരാൾക്ക് ഗവൺമെന്റ് ജോലി ഉണ്ടല്ലോ. ഗവൺമെന്റ് ജോലിയോ? ആ ഗവൺമെന്റ് ജോലി നേരത്തെ ഉണ്ടായിരുന്നു. മൂത്ത മാനും ഒക്കെ അവർക്കൊക്കെ ആയിരുന്നു. ഗവൺമെന്റ് ജോലിയോ? ഗവൺമെന്റ് പറ്റും. മൂത്തയാളെ പിന്നെ നല്ല ഓർമ്മയാണ്. സാബുനില്ലേ? 3-4 പേര് അന്ന് ഉണ്ടായിരുന്നല്ലോ ആണുങ്ങൾ. അവർക്കൊക്കെ കിട്ടും. അവർക്കൊക്കെ ഗവൺമെന്റ് ജോലി ഒരു വിഷമം കൂടാതെ കിട്ടും. സാബുവിന് കിട്ടിയില്ലേ? സാബുവിന് കിട്ടി. എല്ലാവർക്കും കിട്ടി. ആണുങ്ങളെല്ലാവർക്കും കിട്ടി. ജോമോനില്ലേ? ജോമോന് കിട്ടിയില്ലേ? ജോമാനോ? ആ അവനും കിട്ടി. ഉണ്ടോ? കിട്ടിയോ? അത് ശരി. അമ്മയുടെ മക്കളെല്ലാരും എല്ലാരും നല്ല ഗവൺമെന്റ് ജോലിക്കാരാ. പെങ്കച്ചുങ്ങൾ മാത്രം കാര്യമായിട്ടില്ല. ഒരെണ്ണോ ഒരാൾ ചാമ്പച്ചുങ്ങളാണ്. ആ അവരായിരുന്നു പഠിക്കുവായിരുന്നേ അല്ലേ? അവര് പഠിക്കുവായിരുന്നു നന്നായിട്ട്. അവരൊക്കെ അവരുടെ പഠിത്തം എല്ലാം തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കും. ആ ഇപ്പൊ പഠിത്തം കഴിഞ്ഞില്ല. ജോലി അതെ. ആ അത് ശരി. ഗവൺമെന്റ് ജോലിക്കാരാ 1-2 പേര്. ആണോ? പിന്നെ അവർക്ക് എല്ലാ സ്ഥലത്തും ചെന്നാൽ ഭക്ഷണങ്ങളെല്ലാം പിടിക്കുകയല്ല. അങ്ങനെയാണ്. അല്ലേ? ഭക്ഷണങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ കഴിക്കുകയില്ല. ടോമിക്ക് ഇത്രയും വർഷമായതുകൊണ്ട് ഭക്ഷണമൊക്കെ ഇപ്പൊ പിടിക്കും. ടോമിക്കൊക്കെ ഒത്തിരി വർഷമായില്ലേ? ടോമിക്ക് ഓസ്ട്രേലിയയിൽ ഒത്തിരി വർഷമായില്ലേ? ഭക്ഷണം വർഷങ്ങളായില്ലേ? അപ്പൊ ഭക്ഷണമൊക്കെ പിടിക്കൂന്ന്. പിന്നെ അവനല്ലേ ഉള്ളതിന് മൂത്ത്. ആ അവനെത്ര വർഷമായി? ഒത്തിരി വർഷമായി. അതിനകത്ത് ഗവൺമെന്റ് ജോലിയല്ല. അമ്മയും ചാച്ചനൊക്കെ പൊക്കത്തിൽ പോയി. പോയോ? ആ അവർക്കധികം പ്രായം ഉണ്ടായിരുന്നു. ഇല്ല. പിന്നെ 9 വയസ്സ് ഉണ്ടായിരുന്നു. കുറച്ച് നാൾ കിടക്കേണ്ട വന്നു. അതുണ്ടാവും. ഭക്ഷണമൊക്കെ കഴിക്കായിരുന്നു. ഭക്ഷണമൊക്കെ അവസാനം കോരി കൊടുക്കണമായിരുന്നു. എല്ലാത്തിനും പാടാ. അമ്മ അങ്ങനെയാണോ അല്ലേ? അമ്മ അങ്ങനെയായിരുന്നു. താമസിക്കുന്ന സ്ഥലം എവിടെയാ? മണിയാട്ടുപള്ളി. മരിയാട്ടമില്ല. നാട്ടിൽ അകലെയില്ലല്ലോ. ആരെയില്ല. കൃഷിയൊക്കെ കൃഷിയൊന്നും ഇല്ല അമ്മയ്ക്കോ? ഒന്നുമില്ല. ഒന്നുമില്ല. അപ്പം അവിടെ അതൊന്നും വേണ്ടേ? ഒന്നും വേണ്ട. അവിടെ രാവിലെ എഴുന്നേൽക്കുക, ചപ്പാത്തി ഉണ്ടാക്കുക, അവനെ കുളിക്കുക, തല ചെയ്യുക, ഓടുക. അത്രേ ഉള്ളൂ. പിന്നെ വരും 4 മണിയാകുമ്പോ റൊട്ടി പാക്ക് ചെയ്യുക. വേറെ ഒരു കാര്യത്തൊന്നുമില്ല. പിന്നെ വൈകുന്നേരം വരിക, ചായ ഇടുക, കുടിക്കുക, അമ്മയുടെ ഇതുപോലെ ഇച്ചിരി കണ്ടോണ്ടിരിക്കും. പിന്നെ അടുത്ത അത്താഴ പരിപാടി തുടങ്ങും. അപ്പൊ അത് കണ്ട് നിങ്ങൾ ചിരിക്കും. പണിയെടുക്കാവോ? ഈ അമ്മയുടെ കാര്യം പറഞ്ഞ അമ്മ നമ്മുടെ അമ്മ പൊക്കത്ത് പോയി. മരിച്ചുപോയി. ബാക്കിയുള്ള ആളായി. മരണം നല്ല മരണമായിരുന്നു. അത് എവിടെയൊക്കെയാണ് അവിടെ പള്ളിയുടെ ഇടവക? നമ്മുടെ ഇടവപ്പള്ളി, മലപ്പുറം പള്ളി. അവിടെയാ. ആയാങ്കുടി. അവിടെ പള്ളിയുടെ പേരൊക്കെ എന്നാ? അൽഫോൻസാ പള്ളി. ഒരു പള്ളി മധുരവരി പള്ളി മധുരപ്പള്ളി ലത്തീൻകാരനെ. അല്ല നമ്മളിപ്പം അൽഫോൻസ ഡൽഹിയിലില്ല. അവിടെ നമ്മുടെ ചേർത്തിയുടെ മക്കളെല്ലാം അവിടെയല്ലേ? ആണോ? ഞങ്ങളിവിടെ പോയിട്ട് വന്നു. ഫെസ്റ്റിവലും സ്ത്രീയിലുമായിട്ടാണ് തോന്നുന്നത്. പിന്നെ ജോലിയൊക്കെ ഉണ്ട്. ചേച്ചി ഗവൺമെന്റാ. ഒരാൾക്ക് മതി. പിന്നെ മക്കൾക്ക് മക്കൾ 2 പേരും നേഴ്സുമാരാ, വിദേശത്താ. പിന്നെ മക്കൾക്ക് പുറകെ കിട്ടും. അവര് പഠിച്ച് ജീവിക്കാൻ പഠിച്ച് വരുമോ? കപ്പയും ചക്കയും മാങ്ങായൊക്കെ ഉണ്ടോ? കപ്പയും ചക്കയും മാങ്ങയൊക്കെ ഇവിടെ ഉള്ളു. അവിടെ ഒന്നുമില്ല. ഒന്നുമില്ല. അത് നമ്മള് കുത്തി വെച്ചിട്ട് ചെയ്തു. അവിടെ അതൊന്നും പിടിക്കുക. ഗോതമ്പ് പിടിക്കുകയല്ല. പിന്നെ എന്നാ ചെയ്യാൻ? ഇവിടെ തന്നെ പിടിക്കുന്നില്ല ഇപ്പൊ. നിങ്ങൾ ഈ ചക്കവും കുടിച്ചു വെച്ച് നമുക്ക് എടുക്കാൻ കിട്ടിയില്ലെങ്കിൽ പിന്നെ മുന്നോട്ട് വലിയ പാടാ. ഒരു കാര്യം നടക്കുക.
എൽസി പറഞ്ഞായിരുന്നു അവിടെ കണ്ട് ഇരട്ടി പൈസ. ഫ്രിഡ്ജിനകത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. അത് പറിച്ചായിരിക്കുന്നത് അവിടെ എണ്ണ ഉണ്ടായിരുന്നു. മലയാളമല്ലേ? അങ്ങോട്ട് പഞ്ചാബി ഒരു ഹിന്ദി. ഹിന്ദി പഞ്ചാബിലല്ലാതെ മലയാളമില്ലാതെ മലയാളം ഇല്ല, ഹിന്ദി ഉണ്ട്. ഹിന്ദി 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 പഞ്ചാബി. ഹിന്ദി ഉള്ളോ? ആ മലയാളം ഇല്ല. മലയാളം ഇല്ല. ഇംഗ്ലീഷ് ഉണ്ടോ? ഇംഗ്ലീഷ് പിള്ളേരൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന കേൾക്കാം. അങ്ങനെയാണോ? ഉം. അപ്പം പഠിക്കാൻ വേറെ ഒന്നും വേണ്ട. ആ ചെല്ലു നമുക്ക് പോവാം. ആ നമുക്ക് പോവാം. ഇനി ഞങ്ങൾ പോട്ടെ അമ്മേ, പോട്ടെ. പോവോ? ആ ഇനി പിന്നെ വരാം. നീ അപ്പം ചെല്ലും. ഇനി പിന്നെ വരാം ഞങ്ങള്. അമ്മേനെ ഇനി കാണാൻ ഇനി പിന്നെ വരാം. അമ്മ പ്രാർത്ഥിക്കണം. പോണം. നീ അവിടെ പോണം. അവിടെ എൽസിയുടെ വീട്ടില് എൽസിയുടെ വീട്ടിൽ പോവാം. എട്ടിയുടെ വീട്ടിലാ? അങ്ങോട്ട് പോകണം. ആ ആ അതെവിടെയാ? അതിവിടെ മറിങ്ങാട്ടുപള്ളി. മറിങ്ങാട്ടുപള്ളി. മറിയാണ്ട് അരിങ്ങാട്ടുള്ള? ആ ആ എവിടെയാണ് അവൾ താമസിക്കുന്നത്? അവളെ അവിടെ താമസിക്കുന്നത്. ഇപ്പൊ അവളവിടെ ഇല്ല, ഓസ്ട്രേലിയയിലേക്ക് പോയി. ആ കുടുംബദാസ് അവിടെയാണ്. ആ. കുടുംബം ഇവിടെ എവിടെയാ? മറിങ്ങാട്ടുപള്ളി. ഇപ്പൊ ഞങ്ങൾ വരുന്ന വഴിയാ, അമ്മേനെ കണ്ടിട്ട് പോകാമല്ലോ എന്ന് ഓർത്തു. അവരെയൊക്കെ എന്നാ കാണുന്നത്? 4 മാസം കഴിയുമ്പോൾ 4 മാസം കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞ് ആ 4 മാസം കഴിഞ്ഞ് വരും. ഇപ്പൊ നിങ്ങൾ താമസിക്കുന്നത് ഒറ്റക്കൊറ്റയ്ക്കാണോ? ആ ആ, അതെ അതെ. ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക്. വലിയ പാടാണ് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം. ബന്ധം ഒന്നുമില്ല. വലിയ വിഷമം. അപ്പൊ ഞങ്ങളങ്ങ് പോവാ. പിന്നെ വരാം കേട്ടോ. എന്നാ വന്നേ? അധികം താമസിക്കാതെ വരും. എന്നാ പോട്ടെ. ശരി, എന്നാ പോവാ. ഓക്കെ. ഒത്തിരി വഴിയുണ്ടോ? ഇല്ല ഇല്ല ഇച്ചിരി ഉള്ളൂ. ഇച്ചിരി അടുത്താ. ആണോ? ആ ആ ഇച്ചിരി കഴിച്ചോണം. ഭക്ഷണം കഴിക്കാനും കഴിച്ചോണം. അങ്ങോട്ട് വലിച്ചോളാം അമ്മേ. അങ്ങോട്ട് വലിച്ചോളാം അമ്മേ. ആ സൈഡോട്ട് വലിച്ചാൽ മതി. ഈശോയോട് പ്രാർത്ഥിക്കണം കേട്ടോ. ഈശോയുടെ മക്കളെ വിടുവാണേ. ഈശോ കാത്തോളണേ. ഒരു തടസ്സം വരുത്താതെ. അമ്മച്ചിക്ക് കൊന്ത. സന്തോഷം അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കൊന്ത. കൊന്ത കൊന്ത ദേ എടുത്തു തരാം. ദേ ഇത് കണ്ടോ? ഇതാ കണ്ടോ? നല്ല തിളക്കമുള്ള കണ്ട. ഇപ്പഴാ മനസ്സിലായി. കണ്ടോ? സന്തോഷായി. നല്ല തിളക്കമുള്ള കണ്ട. ഇത് എത്ര കൊന്തയാ. മറ്റേ കൊന്തയിലെ കുരിശ് പൊട്ടിച്ചു കളഞ്ഞല്ലോ. അതെല്ലാം കളഞ്ഞ് ഇനിയിപ്പോ അതെടുത്ത് മാറ്റിയേക്കാം. കുരിശ് പോയത്. ഈശോയോട് പ്രാർത്ഥിച്ചു. ഈശോയുടെ മാർക്കറ്റല്ലേ? ഇതെല്ലാം നടക്കണേ അല്ലേ? വണ്ടി കഴുകും പരിപാടിയൊക്കെ വിവാനാണ് ചെയ്തേ. ആ അതിൻ്റെ അകത്തൊരു സാധനം ഉണ്ടല്ലോ, അതുണ്ടല്ലോ അല്ലേ? ആ അതുണ്ട്. അല്ല ഇത് ഈ ലഗേജ് വെച്ചിട്ട് വെച്ചാൽ മതി. ഇപ്പോൾ അത് വെക്കണ്ട. ലഗേജ് വെക്കണ്ടേ? ചെല്ലും. ലഗേജ് വെക്കണ്ടേ? അധികം താമസിക്കും. കയറിക്കോളൂ. ആ ആ മേടിച്ചു. പാല് മേടിക്കാൻ പോയി. ഇപ്പൊ പാലില്ലല്ലോ. നേരത്തെ അവർക്ക് പശുവല്ല ഞാൻ. അതെ. പിന്നെ വെച്ചാൽ മതി. അവിടെ മലയാളമല്ലേ മുഴുവനും? അവിടെ ഹിന്ദിയാമ്മ. ഹിന്ദിയാണോ? ഹിന്ദി ഈ ക്ലാസ് താഴെയല്ലേ? അതാഴൂല്ലോ. എല്ലാം താഴൂല്ലോ. അത് താഴ്ന്നായിരുന്നല്ലോ. ആ എല്ലാം താഴ്ന്നായിരുന്നു. ഓക്കെ ശരി. ടാറ്റാ. ടാറ്റാ. ആ. ടാറ്റാ. ടാറ്റാ. ഉണ്ട് ടാറ്റ. ഇനി എപ്പോ ചെല്ലും? ഒരു അരമണിക്കൂർ കൊണ്ട് ചെല്ലും. അരമണിക്കൂർ കൊണ്ട് ചെല്ലും. ചെല്ലും. അരമണിക്കൂർ കൊണ്ട് ചെല്ലും. ആണോ? അത്ര മതിയോ? ആ കഴിഞ്ഞ നീ കുറവാണ്. ആ വഴിച്ചിരേ ഉള്ളൂ. അപ്പൊ ഏത് കഥ? മരങ്ങാട്ടുപള്ളി അവിടെയാണോ? ആ ഓ പിന്നെ ഇവിടെ എൽസിയുടെ വീട്ടിലോട്ടല്ലേ പോണേ? ആണോ? ആ നല്ല സ്ഥലം. ആ ചേച്ചിയുടെ വീടുമായിട്ട് അടുപ്പല്ലേ? എൽസിയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. എൽസിയുടെ ചേട്ടനും ചേർത്തിയല്ലേ? ചേട്ടനുണ്ടോ? എൽസിയുടെ ചേട്ടനും ചേർത്തിയാണത്. സണ്ണി ഇല്ലേ? ആണോ? ആ സണ്ണിയും മരിയേയും. അത് ശരി. ആ അവരാണോ? ആ അവരാ മറന്നുപോയല്ലേ? കുഴഞ്ഞു പോവുക. ആ നടക്കണ്ട. വീഡിയോകൾ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക.